ജെയിംസ്, ഇവിടെ കാര്യങ്ങൾ ഏതാണ്ട് ഒരു വ്യക്തത വരുന്നെന്ന് തോന്നുന്നു. പുറത്തു വരുന്ന സർവേകളിൽ രാജ്യത്ത് മോദിക്ക് മൂന്നാം ഊഴം, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നു. ഒരിക്കൽ കൂടി ഇപ്പോൾ 2014-ലെയോ 2019-ലെയോ പ്രത്യേക ഫാക്ടറുകൾ, ഇമോട്ടീവ് ഫാക്ടേഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ പോലും NDA കൃത്യമായി മാനേജ് ചെയ്യുന്നു. NDA അവരുടെ മാസീവ് ഇലക്ട്രൽ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആധികാരികമായി സമഗ്രമായി മൂന്നാം ഊഴത്തിൽ ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് എന്നുള്ളത് ഏതാണ്ട് ഈ സർവേകളിൽ നിന്നൊരു സൂചനയെ കണക്കാക്കാമോ ജെയിംസ്? തീർച്ചയായിട്ടും ഹാഷ്മി. എന്ന് മാത്രമല്ല, ഒരു ഇലക്ഷൻ പ്ലാനിങ് ഇംപ്ലിമെന്റേഷന്റെ കാര്യമെടുക്കുക. നേരത്തെ കോൺഗ്രസ് വലിയ ഇലക്ഷൻ മാനേജേഴ്സ് ഉണ്ടായിരുന്നു. ഒരു കമലാപതി ത്രിപാഠിയുടെയൊക്കെ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലം മുതലേ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും അവസാനം ഗുലാം നബി ആസാദും അഹമ്മദ് പട്ടേലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്. പക്ഷെ പിന്നീട് നരേന്ദ്രമോദി അമിത്ഷാ സഖ്യം വന്നതിന് ശേഷം അവർ നടത്തുന്ന അത്രയും ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് നടത്താനോ പ്ലാനിങ് നടത്താനോ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. പ്രതിപക്ഷം യോജിച്ച് നിൽക്കുന്നില്ല. മമതാ ബാനർജി കോൺഗ്രസിന് അംഗീകരിക്കില്ല, അല്ലെങ്കിൽ അഖിലേഷ് യാദവ് ഒരു പരിധി വിട്ട് അംഗീകരിക്കില്ല. ഇവിടെ ഒരുപക്ഷെ തമിഴ്നാട്ടിലൊക്കെ പിന്നെയും അംഗീകാരമുണ്ടെന്ന് പറയാം. ആ തരത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കഴിഞ്ഞ 5 വർഷം മുൻപ് അധികാരത്തിൽ വന്ന് പിറ്റേ ദിവസം മുതൽ പ്ലാനിംഗ് തുടങ്ങിയതാണ് അമിത്ഷായും നരേന്ദ്രമോദിയും. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാക്സിമം സീറ്റ് കിട്ടിക്കഴിഞ്ഞു, അത് കുറയും. അങ്ങനെ വന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പശ്ചിമ ബംഗാളിൽ, മറ്റ് സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ സീറ്റുകൾ കണ്ടെത്താം എന്നതിനെക്കുറിച്ചുള്ള പ്ലാനിങ് ഓരോ തലത്തിലും BJP നടത്തിയപ്പോൾ പ്രതിപക്ഷത്തിന് അങ്ങനെ തരത്തിലുള്ളൊരു പ്ലാനിങ്ങോ ഇംപ്ലിമെൻറ്റേഷൻ്റെ സ്ട്രാറ്റജികളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവരെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു തരംഗം ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും വളരെ സോഫ്റ്റായിട്ട് ഒരു ഭൂരിപക്ഷ വർഗീയ കാർഡ് പ്രയോഗിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. സോഫ്റ്റ് ആയിട്ടല്ല, വളരെ ഹാർഡായിട്ട് തന്നെ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്രത്തോളം വിദ്വേഷ ഭാഷകൾ ഉണ്ടായി തെരഞ്ഞെടുപ്പ് മറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആത്യന്തിക റിസൾട്ടിലേക്ക് വരുമ്പോൾ പക്ഷേ അതൊക്കെ ബാക്സീറ്റിലേക്ക് പോകുന്നതാണ് കാണാറ്. എന്തായാലും ആധികാരികമായി എന്ത് സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും BJP വേണ്ടിയും ആധികാരികമായി അധികാരത്തിലേക്ക് എത്തുന്നു. ഞാൻ കേരളത്തിന്റെ ഇതുവരെ പുറത്തേക്ക് വന്ന സർവേകളിൽ കേരളത്തിന്റെ സർവേകൾ ഒന്നുകൂടെ പറയാം. ടൈംസ് നൗ ETG സർവേ പറയുന്നത് UDF-ന് 14 മുതൽ 15 സീറ്റാണ്, LDF-ന് 4ആണ്, NDA 1 സീറ്റ്. ABPC വോട്ടർ സർവേ UDF-ന് 17 മുതൽ 19ആണ്, LDF-ന് 0, NDA-ക്ക് 1 മുതൽ 3 സീറ്റ് വരെ. ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യ UDF-ന് 17 മുതൽ 18 വരെ, 1, NDA-ക്ക് 2 മുതൽ 3 വരെ. ഇന്ത്യ TV CNX പറയുന്നു UDF-ന് 13 മുതൽ 15 വരെ, LDF-ന് 3 മുതൽ 5 വരെ, NDA-ക്ക് 1 മുതൽ 3 വരെ. TV9 പറയുന്നു UDF-ന് 16, LDF-ന് 3, NDA-ക്ക് 1. VMR-ന്റെ സർവേ UDF-ന് 19, LDF-ന് 0, NDA-ക്ക് 1. CNN News 18 പറയുന്നു UDF-ന് 15 മുതൽ 18 വരെ, LDF-ന് 2 മുതൽ 5 വരെ, NDA-ക്ക് 1 മുതൽ 3 വരെ എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ BJP അവരുടെ ലോക്സഭാ അക്കൗണ്ടിലേക്ക് ആദ്യമായി ഒരു സീറ്റ് തുറക്കാൻ പോകുന്നു എന്നുള്ള ഒട്ടുമിക്ക എല്ലാ സർവേകളുടെയും പ്രവചനം. ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്ത പറയുന്നത് തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട അങ്ങനെ 27% BJPക്ക് ഇവിടെ വോട്ട് ഷെയർ ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ അത് 4 മുതൽ അല്ലെങ്കിൽ 1 മുതൽ 4 വരെ സീറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്തേക്കാം എന്നൊക്കെ പറയുന്നു. സൂചനകളാണ്. പക്ഷേ സൂചനകൾ എന്ന് പറയുമ്പോൾ പോലും ജൂൺ 4-ലാണ് അതിൻ്റെ ആത്യന്തികമായി ഒരു ഫലം അറിയേണ്ടത്. ഇനിയിപ്പോൾ വരാനുള്ളത് റിപ്പബ്ലിക് TVയുടെ കേരളത്തിലെ പ്രൊഡിക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. ആക്സിസ് മൈ ഇന്ത്യ അവരുടെ ഓരോ സംസ്ഥാനങ്ങൾ കടക്കുമ്പോൾ 543, 264-ന്റെ 64 സൂചനകൾ വരുമ്പോൾ 161 മുതൽ 180 വരെ NDA വരുന്നുണ്ട്. ഇന്ത്യ സഖ്യം 79 മുതൽ 100 സീറ്റ് വരെ എന്ന് പറഞ്ഞാൽ 264-ന്റെ പ്രൊജക്ഷൻ വരുമ്പോൾ ഇന്ത്യ സഖ്യം 100 വരെ നേടിയേക്കാം എന്ന് പറയുന്നുണ്ട് ആക്സിസ് മൈ ഇന്ത്യ. 3 മുതൽ 11 മറ്റുള്ളവർ. എസ് വിജയകുമാർ, ഇവിടെ നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സർവേകളിലും ഇന്ത്യ സഖ്യത്തിന് നേരിയ പ്രതീക്ഷ നൽകുന്ന ഒരു സർവേ ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണെന്ന് തോന്നുന്നു, അല്ലേ? ദൈനിക് ഭാസ്കറാണ് അതിലെ ഏതാണ്ട് 200-നടുത്തൊരു സീറ്റ് പറയുന്നത്. അതിൽ BJPയുടെ കണക്ക് 280, NDAയുടെ 280 മുതൽ 350 വരെ ഒരു കണക്കാണ് പറയുന്നത്. ഇതുവരെ വന്ന ഫലസൂചനകൾ, അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലസൂചനകൾ ഇതാണ്. NDA അതിൽ 236, 351 ആ മട്ടിൽ നമുക്ക് കണക്ക് അവതരിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഇതുവരെ വന്ന മുഴുവൻ കണക്കുകൾ നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ക്രീനിൽ നൽകാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ അറ്റ് എ ഗ്ലാൻസ് നമുക്ക് ഇതുവരെ വന്ന ഇന്ത്യയുടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. NDA 236, 351, 253. ആദ്യം കാണുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെതാണ്. 236, 351.
253, 365, 368, 543, 359, 543. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ അതുപോലെ തന്നെ BJP NDAയുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതിനോടകം വന്ന എല്ലാ പ്രധാനപ്പെട്ട കണക്കുകളും നമുക്ക് CNN, ABP, റിപ്പബ്ലിക്കിന്റെ 2, ടൈംസ് നൗ, ന്യൂസ് 24 അങ്ങനെ എല്ലാവരുടെയും കണക്കുകൾ ഒറ്റ സ്ക്രീനിൽ നമുക്ക് കാണാവുന്നതാണ്. ഏതാണ്ട് ഒരു എന്താണ് ഒരു 300 മുകളിൽ 300-350 റേഞ്ചിൽ NDAക്ക് സീറ്റുകൾ കിട്ടുമെന്നതാണ് അവരുടെയൊക്കെ കണക്കുകൾ. ഒരു 150-200 റേഞ്ചിലൊക്കെ ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകളും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ 264 ഫലസൂചനകളാണ് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലസൂചനകളാണ് മൈ ഇന്ത്യ ആക്സസ് ഇന്ത്യ ടുഡേ നൽകുന്നത്. അതിൽ 161 മുതൽ 180 വരെ NDAയും 79 മുതൽ 100 വരെ ഇന്ത്യ സഖ്യവും 11 വരെ പരമാവധി 11 വരെ മറ്റുള്ളവരും എന്നതാണ് കണക്ക്. അതിൽ ഓരോ സംസ്ഥാനങ്ങൾ എന്ന നിലയിലേക്കാണ് ഇതിനോടകം അവർ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൊജക്റ്റഡ് സീറ്റ് ഷെയർ ഇവിടെ പഞ്ചാബിലേത് വരികയാണ്. ക്ഷമിക്കണം, വോട്ട് ഷെയർ ആണത്. പഞ്ചാബിൽ 26% വോട്ട് അവിടെ BJPക്ക് ലഭിക്കുന്നത്. സീറ്റായി അത് കൺവേർട്ട് ചെയ്യുന്നത് എത്ര? NDA 2 to 4 ആണ് പഞ്ചാബ്. ഇന്ത്യ സഖ്യം 7 to 9, ശിരോമണി അകാലിദൾ 2 to 3, ആം ആദ്മി പാർട്ടി 0 to 2, അത് 0 to 1. അവിടെ പഞ്ചാബിലെ കണക്കാണ്. അതങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലൂടെ കടന്നു വരികയാണ്. 264, 543, 264 ഇന്ത്യ ടുഡേയുടെ 180 വരെ NDA, 100 വരെ ഇന്ത്യ, മറ്റുള്ളവർ 11 വരെ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആക്സിസ് മൈൻഡിയുടെ മാത്രമാണ് മൊത്തത്തിലുള്ള, പ്രദീപ് ഗുപ്തയുടെ മാത്രമാണ് മൊത്തത്തിലുള്ള പ്രൊജക്ഷൻ വരാനുള്ളത്. ബാക്കിയെല്ലാം പ്രൊജക്ഷൻ വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാവുന്നത് പഞ്ചാബിലടക്കം, ഹരിയാനയിലടക്കം, ബീഹാറിലടക്കം, ഡൽഹിയിലടക്കം, UPയിലടക്കം ഇന്ത്യ സഖ്യം അവരുടെ പുതിയ സഖ്യകക്ഷി അല്ലെങ്കിൽ അവരുടെ സഖ്യം ജെല്ലായി അത് ഗ്രൗണ്ടിൽ വോട്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യും. അവർ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയ സംസ്ഥാനം ബംഗാളിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാകുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ TMC തൃണമൂൽ കോൺഗ്രസ് BJPയെ പരമാവധി പ്രതിരോധിക്കാൻ നോക്കുമ്പോഴും 2019 ആ സീറ്റുകൾക്ക് മുകളിലേക്ക് TMC രണ്ടാമതായിക്കൊണ്ട് ആ സീറ്റുകൾക്ക് മുകളിലേക്ക് BJP ബംഗാളിൽ വരുന്നു. സന്ദേശ് അടക്കം ഇപ്പോൾ CAA അടക്കമുള്ള കാര്യങ്ങൾ BJPക്ക് അവിടെ നേട്ടമാവുമെന്ന് വേണം മനസ്സിലാക്കാൻ. ബംഗാളടക്കം UP, മധ്യപ്രദേശ്, മഹാരാഷ്ട്രയും അടക്കം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന മേജർ സംസ്ഥാനങ്ങളിലൊക്കെ NDAക്ക് കാര്യമായ ക്ഷീണങ്ങളില്ല. ആകെ ക്ഷീണമുള്ളത് മഹാരാഷ്ട്രയിൽ മാത്രമാണ്. അതും കാതലായ വലിയ ഒരു ക്ഷീണം എന്ന് പറയാൻ മഹാരാഷ്ട്രയിൽ NDAക്ക് ഇല്ല. ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലും ഒരു കീ സ്റ്റേറ്റുകളിലും NDAക്ക് ക്ഷീണമുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല ഇന്ത്യ സഖ്യം ഇവിടെയൊക്കെ പ്രതീക്ഷിച്ചിടങ്ങളിൽ അടുത്തുപോലും ആ കണക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. കൂടുതൽ ഇനി ഏതെങ്കിലും ഒരു സർവേയിലെങ്കിലും ഇന്ത്യ സഖ്യത്തിന് നേരിയ പ്രതീക്ഷ നൽകുന്ന ഒരു സർവേ വന്നിട്ടില്ല. കുറേയധികം സർവേകൾ ഇനി വരാൻ ബാക്കിയാണ്. ഇപ്പോൾ ഈ ചാനലുകളുടെ അടക്കം അല്ലാതെയുള്ള കുറേയധികം ചെറിയ സർവേകളൊക്കെ പ്രാദേശിക സർവേകളൊക്കെ വരാൻ ബാക്കിയാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.